വളരെ മനോഹരമായിട്ടുള്ളതും അതേസമയം തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിലും അതിലേറ്റവും വലിയ മിസ്റ്ററി കണ്ടുപിടിച്ചത് നാസ തന്നെയാണ്. ഈ ഒരു നിമിഷം വരെ നാസയ്ക്ക് അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് എവിടെ നിന്നാണോ വരുന്നത്, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാന്നുള്ളത്, നമ്മുടെ ഭൂമിയിൽ നിന്നാണോ വരുന്നത്, പുറത്തുനിന്നാണോ വരുന്നത്, ഒന്നും തന്നെ അവർക്ക് പറയാൻ പറ്റില്ല. വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ടെലിസ്കോപ്പുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതേപോലെ കുഴല് പോലെ ഇരിക്കുന്ന ടെലിസ്കോപ്പ് കണ്ടിട്ടുണ്ട്, ഇതേപോലെ റേഡിയോ ഡിഷ് പോലെ ഇരിക്കുന്ന ടെലിസ്കോപ്പ് കണ്ടിട്ടുണ്ട്, JWST പോലത്തെ ടെലിസ്കോപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള ടെലിസ്കോപ്പുകൾ നമ്മുടെ ലോകത്തിലുണ്ട്. എന്നാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നതും ഒരു ടെലിസ്കോപ്പ് തന്നെയാണ്. ഈ ടെലിസ്കോപ്പ് ഏത് സ്ഥലത്തെ ഡേറ്റയാണോ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് വേണം പോയിന്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ നോർമലി ചിന്തിക്കുക. പക്ഷേ ഈ ഒരു ടെലിസ്കോപ്പ് ഏതൊരു സ്ഥലത്തെ ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്തിട്ടാണ് ശരിക്കും ഒരു ടെലിസ്കോപ്പ് നിൽക്കുന്നത്. ഇത് നാസയുടെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ പേരാണ് അനീറ്റ, അന്റാർട്ടിക് ഇമ്പൾസീവ് ട്രാൻസിയന്റ് ആന്റിന എന്നാണ് ശരിക്കും ഈ ഒരു സംഭവത്തിന്റെ ഫുൾ ഫോം. സംഭവം വേറെ ഒന്നല്ല, ഇതൊരു വലിയ ടെലിസ്കോപ്പ് ആണ്. ഈ ടെലിസ്കോപ്പിന്റെ ഭൂരിഭാഗം വരുന്നത് നമ്മുടെ ഭൂമിയുടെ സർഫസ് ആണ്. അതായത് നമ്മളിപ്പോ ഈ കാണുന്ന ടെലിസ്കോപ്പ് വളരെ ചെറുതാണെങ്കിലും അത് വർക്ക് ചെയ്യണമെങ്കിൽ അന്റാർട്ടിക്കയുടെ സഹായം വേണ്ടി വരും. അതായത് അന്റാർട്ടിക്കയുടെ ഒരു സർഫസ് ആണ് ആ ഒരു ടെലിസ്കോപ്പിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ടെലിസ്കോപ്പിന്റെ സെറ്റപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അന്റാർട്ടിക്കയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അതും ഒരു ഹൈഡ്രജൻ ബലൂണിലാണ് ശരിക്കും ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടെലിസ്കോപ്പിന്റെ യൂണിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റുപാടും ഒരുപാട് ചെറിയ ചെറിയ ടെലിസ്കോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഒരുപാട് ചെറിയ ചെറിയ റേഡിയോ ഡിഷസ് പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും ക്യാപ്ചർ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള റേഡിയോ വേവ്സ് ആണ്. അപ്പോൾ അനീറ്റയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ട ആ ഒരു റേഡിയോ വേവ്സ് വരുന്നത് കോസ്മോസിൽ നിന്നാണ്, അതായത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സ്പേസ് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ഇവന്റ്സും ആക്ടിവിറ്റീസും സ്പേസിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ടന്റ് ആയിട്ട് ഒരുപാട് ന്യൂട്രിനോസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ അൾട്രാ ഹൈ എനർജി ന്യൂട്രിനോസ് മിക്കവാറും ഒരു സൂപ്പർനോവയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോസിൽ നിന്നായിരിക്കാം വരുന്നത്. അതായത് സ്പേസിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്ന ന്യൂട്രിനോസ് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. അതായത് ലോ പവർ ആയിട്ടുള്ള ന്യൂട്രിനോസും കാണാൻ പറ്റും, ഇതേപോലെ എക്സ്ട്രീംലി ഹൈ പവർ ആയിട്ടുള്ള ന്യൂട്രിനോസും കാണാൻ പറ്റും. ലോ പവർ അല്ലെങ്കിൽ ലോ എനർജി ന്യൂട്രിനോസ് ആണെങ്കിൽ ഭൂമിയുടെ അകത്തൂടെയും മറ്റുള്ള ഒബ്ജക്റ്റിന്റെ അകത്തൂടെയും ഈസിലി പാസ് ചെയ്തു പോകും. അതായത് ആ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അത് ഇന്റർഫിയർ ചെയ്യില്ല. ഒരു ഫൺ ഫാക്ട് എന്താ വെച്ചാൽ ഓരോ സെക്കൻഡും ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തോടെ ബില്യൺസ് ഓഫ് ന്യൂട്രിനോസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അത് അറിയാൻ കൂടി പറ്റില്ല, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല അത്. പക്ഷേ ഹൈ എനർജി ന്യൂട്രിനോസിന്റെ കേസ് അങ്ങനെയല്ല. ഈ ന്യൂട്രിനോസിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിന്റെ സ്പീഡ് ഏകദേശം ക്ലോസ് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളതും അത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസ് തന്നെയാണ്. അപ്പോ ഈ അൾട്രാ ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിളിന്റെ മുതലെടുത്തുകൊണ്ടാണ് നമ്മുടെ അനീറ്റ വർക്ക് ചെയ്യുന്നത്. ലോ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റുകളുടെ അകത്തോടെ ഈസിലി പാസ് ചെയ്തു. പക്ഷെ ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസിന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അറ്റോമിക് സ്കെയിലിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസും ഏതെങ്കിലും ഒരു മാറ്ററും തമ്മിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള അറ്റോമിക് ഷവർ ഉണ്ടാവും. അതായത് ഈ ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസും ഏതെങ്കിലും ഒരു ആറ്റവും തമ്മിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിക്കിളുടെ ബേസ്റ്റ്, അതൊരു ചെറിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കും. ഈ പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള റേഡിയോ സിഗ്നൽസ് എമിറ്റ് ചെയ്യും. അതായത് ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു സർഫസിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ അത് നേരെ ഒരു റേഡിയോ സിഗ്നൽ എമിറ്റ് ചെയ്യും എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ ഒരു എഫക്റ്റിനെയാണ് അസ്കാരിയൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസിന് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഈ അസ്കാരിയൻ എഫക്റ്റ് മൂലം ഉണ്ടാവുന്ന ആ ഒരു റേഡിയോ സിഗ്നൽസിനെ ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അനീറ്റയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് തന്നെ അനീറ്റയ്ക്ക് ഈ ന്യൂട്രിനോസ് എവിടെ നിന്നാണ് വരുന്നത് അതിന്റെ ഒരു മാപ്പ് ഏകദേശം പിന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് അനീറ്റയുടെ ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് റേഡിയോ ഡിഷസ് ഇല്ലേ, അത് ഈ പറയുന്ന റേഡിയോ സിഗ്നൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ന്യൂട്രിനോസ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വന്നതെന്നുള്ള ഒരു കാര്യം ഈ അനീറ്റയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഹൈ എനർജി ന്യൂട്രിനോസ് പാർട്ടിക്കിൾസ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വന്നത് അത് അനീറ്റയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോസ്മോസിന്റെ ഒരു മാപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു തരത്തിലുള്ള ഒരു ടെലിസ്കോപ്പാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അനീറ്റയുടെ വേറൊരു യൂസ് എന്താ വെച്ചാൽ പാർട്ടിക്കിൾ ഫിസിക്സിന്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ മാക്സിമം ലിമിറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അനീറ്റയുടെ വർക്കിംഗ്. അനീറ്റയുടെ ഒരു ഇന്റന്റഡ് യൂസ് ആണ് ശരിക്കും ഞാനിപ്പോ പറഞ്ഞത്. അപ്പോൾ 2006 മുതലേ തന്നെ അനീറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. പക്ഷെ 2006 വേറൊരു സംഭവം കൂടി സംഭവിച്ചായിരുന്നു.
അന്റാർട്ടിക്കയുടെ സർഫസ് ഗ്ലേഷ്യേഴ്സിന്റെ ലെയർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് മൊത്തത്തിൽ ഐസാണ്. അപ്പോൾ അനീറ്റ എന്താണ് ഡിസ്കവർ ചെയ്തതെന്ന് വെച്ചാൽ ഷോർട്ട് ആയിട്ടുള്ള റേഡിയോ സിഗ്നൽസ് ഈ പറഞ്ഞ ഐസിന്റെ അകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അനീറ്റയുടെ ഡിഷിലേക്ക് വന്ന് ഇടിച്ചു. സത്യത്തിൽ അനീറ്റയുടെ ഇന്റർനെറ്റ് പേർപ്പസ് എന്താ വെച്ചാൽ കോസ്മോസിൽ നിന്ന് വരുന്ന പാർട്ടിക്കിൾസ് അവിടെ വന്ന് ഇടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് റേഡിയോ സിഗ്നൽസ് ആയിട്ട് ഇങ്ങനെ അനീറ്റയിൽ വന്ന് ഇടിക്കേണ്ടതാണ് ശരിക്കും അനീറ്റയുടെ ഇന്റർനെറ്റ് പേർപ്പസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അനീറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഗ്ലേഷ്യേഴ്സിന്റെ അകത്തുനിന്ന് ഈ ഐസിന്റെ അകത്തുനിന്ന് വരുന്ന ഒരു റേഡിയോ സിഗ്നലാണ്. അതായത് റിഫ്ലക്ട് ചെയ്ത് വന്ന സിഗ്നൽ അല്ല അനീറ്റയ്ക്ക് 2006 കിട്ടിയത്. ഞാനിപ്പോ ഈ കാണിച്ച ഒരു ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ദൂരത്തു നിന്ന് വരുന്ന ഒരു ന്യൂട്രിനോ വേവ്സ് വന്ന് ഇടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് അനീറ്റനെ പോയി ഇടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ആംഗിളാണ്. ഇപ്പൊ അത്യാവശ്യം വലുതെന്ന് പറയുന്നത് ശരിക്കും ചെറിയൊരു ആംഗിൾ തന്നെ ആയിരിക്കാം. പക്ഷെ ഈ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് അത്യാവശ്യം വലിയൊരു ആംഗിളായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഗ്ലേഷ്യേഴ്സിന്റെ അകത്തുനിന്ന് കിട്ടിയ റേഡിയോ സിഗ്നൽസ് ഇല്ലേ, അത് ശരിക്കും വളരെ 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 സ്റ്റീപ്പ് ആയിട്ടുള്ള ആംഗിളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ആംഗിൾ ശരിക്കും നമുക്ക് അവിടെ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഇതിന്റെ സോഴ്സ് ഒരിക്കലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അനീറ്റയ്ക്ക് ഈ ഒരു സംഭവം സ്പേസിൽ നിന്ന് വരുന്ന സിഗ്നൽ അല്ല, നേരെ മറിച്ച് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഐസ് ഗ്ലേഷ്യേഴ്സിന്റെ അകത്തുനിന്ന് ഒളിച്ചിരിക്കുന്ന എന്തോ ഒരു സംഭവം എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ സിഗ്നൽ ആണെന്ന് മനസ്സിലായത്. അപ്പോ ഇത് റിഫ്ലക്ട് ചെയ്ത് വന്ന പാർട്ടിക്കിൾസ് അല്ല എന്നുള്ളൊരു കാര്യം അനീറ്റയ്ക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇതിപ്പോ ഭൂമിയുടെ അകത്തൂടെ പാസ് ചെയ്തിട്ട് അന്റാർട്ടിക്കയുടെ അകത്തൂടെ ഇങ്ങനെ പോയി അനീറ്റയെ ഒന്ന് ഇടിച്ചതായിരിക്കൂടെ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഹൈ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസിന് ഭൂമിയുടെ അകത്തേക്ക് കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. ലോ എനർജി ന്യൂട്രിനോ പാർട്ടിക്കിൾസിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ് സർഫസിന്റെ അകത്തോടെ ഇത് പാസ് ചെയ്ത് പോകുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിനകത്തോടെ പോകുന്നു പറഞ്ഞല്ലേ, ആ ഒരു സംഭവം ലോ എനർജി ന്യൂട്രിനോസിന് മാത്രമേ നടക്കുള്ളൂ. പക്ഷെ 2006 അനീറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഹൈ എനർജി റേഡിയോ വേവ്സ് ആണ്. അപ്പൊ ഈ ഹൈ എനർജി റേഡിയോ വേവ്സ് വരുന്നത് ഹൈ എനർജി ന്യൂട്രിനോ വേവ്സ് നിന്നാണ്. അതും ഇത് ഭൂമിയുടെ അകത്ത് നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതായത് റിഫ്ലക്ട് ചെയ്തല്ല വരുന്നത്. അപ്പോ ഇത് ശരിക്കും എന്തായിരിക്കും? വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്കവറിക്ക് ശേഷം അനീറ്റ പിന്നെ ഭൂമിയിലേക്ക് താഴ്ത്തു വന്നു. അതിനുശേഷം 2014 അനീറ്റയുടെ അടുത്ത ഡിസ്കവറി നടത്തുന്നത്. അതായത് ഇതേ സ്ഥലത്ത് ഇതേപോലെ തന്നെ ഒരു ഹൈ എനർജി റേഡിയോ സിഗ്നൽ അനീറ്റയ്ക്ക് കിട്ടി. 2006 എന്താണോ സംഭവിച്ചത് അത് തന്നെ 2014 അനീറ്റയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. അനീറ്റ് ഈ ഒരു സംഭവം ആദ്യം ഡിസ്കവർ ചെയ്തപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചത് ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവത്തിന് എന്തെങ്കിലും ഒരു എററൊക്കെ ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷെ 2014 ഇത് തന്നെ ഡിറ്റക്ട് ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ ഒളിച്ചിരിപ്പുണ്ട്. അതായത് അന്റാർട്ടിക്കയുടെ ഐസിന്റെ അകത്ത് എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ സയന്റിസ്റ്റുമാർക്ക് ഇതൊരു ന്യൂട്രിനോസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാൻ പാടില്ലാത്ത ഒരു എക്സോട്ടിക് പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആയിരിക്കാം അത്. അതായത് അന്റാർട്ടിക്കൻ ഗ്ലേഷ്യേഴ്സിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു എലമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം എമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിഗ്നൽ ആയിരിക്കാം അത്. പിന്നെ പറയുന്ന എക്സ്പ്ലനേഷൻ ആണ്, അത് എപ്പോഴും പറയുന്ന എക്സ്പ്ലനേഷൻ തന്നെയാണ്, അത് ഒരു ഹ്യൂമൻ എറർ ആവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ്. അതായത് ഇവ ശരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂട്രിനോസ് തന്നെ ആയിരിക്കാം, പക്ഷെ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കാം എന്നാണ് ശരിക്കും അവർ പറയുന്നത്. പിന്നെ വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ അനീറ്റ എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസേഴ്സ് വളരെയധികം സെൻസിറ്റീവ് ആണ്, ഒരു ഹൈപ്പർ സെൻസിറ്റീവ് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്താണ്, ഈ പറയുന്ന കോസ്മോസിൽ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള സംഭവമാണ് ശരിക്കും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം സെൻസിറ്റിവിറ്റിയിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി കൂട്ടിയത് കൊണ്ടുള്ള എറർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായിരിക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പോസിബിലിറ്റി പൊക്കി പിടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നപ്പോഴാണ് അനീറ്റയുടെ ഒരു ടീം പറയുന്നത് ഇതൊരു ഗ്ലിച്ചോ അങ്ങനത്തെ ഒരു സംഭവം എന്നല്ല, ഇത് ശരിക്കും അനീറ്റ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ്. അതായത് 2 പ്രാവശ്യവും അനീറ്റ ഇതേ സംഭവം തന്നെ ഇതേ സ്പോട്ടിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി 2025 പോലും ആ ഒരു സിഗ്നൽ, ആ ഒരു റേഡിയോ സിഗ്നൽ എന്താണെന്നോ അതിന്റെ ഉത്ഭവം എന്താണെന്നോ അതിന്റെ ആ ഒരു സോഴ്സ് എന്താണെന്നോ അത് എന്ത് ടൈപ്പ് സംഭവമാണെന്നോ അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊന്നും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ശരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്തിട്ട് അന്റാർട്ടിക്ക എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഒരു ഭൂരിഭാഗം പിക്സലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അവിടെ എന്താണെന്നുള്ള ഒരു കാര്യം പുറം ലോകം അറിയാണ്ട് മനപ്പുറം ഹിഡൻ ആക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ശരിക്കും അതൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ഏകദേശം അതേ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സിഗ്നൽസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മളെന്ന് പറയുന്നത് നാസയാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. നാസ ഒഫീഷ്യലി പുറത്തുവിട്ട പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയ ഡേറ്റയാണ് ഞാനിപ്പോ പറയുന്നത്. ഇതിപ്പോ ഏലിയനാണ്, UFO ആണ്, എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമുക്കറിയാൻ പറ്റാത്ത, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു റേഡിയോ സിഗ്നൽ.
അത് എന്താണെന്ന് നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാർക്കും പറയാൻ പറ്റാത്ത ഒരു സംഭവമാണ് ശരിക്കും ഇത്. 2006 ഡിറ്റക്ട് ചെയ്ത ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ 2025 ഒരു 19 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ സ്വന്തം ഭൂമിയിലാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടെന്നാണ് തോന്നുന്നത്, അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് എന്തായിട്ടാണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും അതും താഴെ കമന്റ്സിൽ ഡിസ്കസ് ചെയ്യാനും ശ്രമിക്കുക. ഈ ഒരു ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.